السلام عليكم ورحمة الله وبركاته. مرحبا بجميع طلاب الصف التاسع إلى الدرس اللغة العربية. اليوم ندرس درس الشجرة تتحدث. Welcome to our new Arabic class. Today we are going to discuss the chapter The Tree Speaks. മരം സംസാരിക്കുന്നു എന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ പഠിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഹയ്യ നബ്ദഉ ദർസൽ യൗം ബിഖിറാഅത്തി ഹുതാഫാത്തിൽ ലിഹിമായത്തിൽ തബീഅ വൽ ബീഅ. Let's start today's class by the reading the slogan Protect Nature. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഖൂമു ബിത്തശ്ജീർ ഖൂമു ലിദ്ദൻ ലിൽ അത്ലാഫ്. ഖൂമു ബിത്തശ്ജീർ, you plant the trees, plant it. ഖൂമു ലിദ്ദൻ ലിൽ അത്ലാഫ്, stand up against, destroy them. Hayya hayya ya ikhwan, hayya na'risu ayya nahmi, hayya na'risu. My brother, come, let's plant, let's save, let's plant. Come on dear brothers. Hayya na'risu ashjara wa nasqiha a'wama, hayya nahfilu, hayya nahmi, hayya nunallifu bi'atana. ഖൂമു ബിത്തൻലീഫ്, ഖൂമു ലിദ്ദൻ ലിൽ അഹ്ലാഖ്. എല്ലാ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും അറബിക് ക്ലാസ്സിലേക്ക് സ്വാഗതം. ദി ട്രീ സ്പീക്സ് എന്ന ഈ പാഠത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കോൺവെർസേഷൻ, അതുപോലെ വൃക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അവരുടെ വേദനകളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. മാത്രമല്ല, നമ്മളിപ്പോൾ ഉരുവിട്ട ഈ ഒരു മുദ്രാവാക്യം നമ്മുടെ ചുറ്റുവട്ടത്തും പ്രകൃതിയെ സംരക്ഷിക്കേണ്ട രൂപത്തിൽ നമ്മൾ അതിനെ കച്ചകെട്ടി മുന്നോട്ടിറങ്ങുകയും ഒരു നല്ല ഹരിതാപമായിട്ടുള്ള ഒരു നാടിനെ കെട്ടിപ്പടുക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞാനടങ്ങുന്ന നമ്മുടെ ബാധ്യതയാകുന്നു എന്ന് ആദ്യമായി നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. മറത്തിൽ അഅവാം, ഇയേഴ്സ് പാസ്ഡ്, വർഷങ്ങൾ കഴിഞ്ഞുപോയി. ലഉഫത് ഖുവ്വതി, മൈ സ്ട്രെങ്ത് വേൺഡ്, എൻ്റെ ശക്തി ക്ഷയിച്ചുപോയി. മൈ സ്ട്രെങ്ത് വേൺഡ്, എൻ്റെ ശക്തി ക്ഷയിച്ചു പോയിരിക്കുന്നു, എൻ്റെ ശക്തി ഇല്ലാതായിരിക്കുന്നു. വദബുലത് സഹറതി, മൈ ഫ്ലവേഴ്സ് വിതേർഡ്, എൻ്റെ പൂക്കൾ വാടിയിരിക്കുന്നു. സബുല മീൻസ് വിതേർഡ്, വാടുക. വതസാഖതത് ഔറാഖി, മൈ ലീവ്സ് ഫെൽ ഓഫ്, എൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോയിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്നു. വയബിസത് അഅ്സാനി, മൈ ട്വിഗ്സ് ആർ ഡ്രൈ, എൻ്റെ കൊമ്പുകൾ അല്ലെങ്കിൽ എൻ്റെ ചില്ലകൾ, ബ്രാഞ്ചസുകൾ ഉണങ്ങിയിരിക്കുന്നു. വൃക്ഷങ്ങൾ അവരുടെ വിഷമങ്ങൾ നമ്മോട് വീണ്ടും അയവിറക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നല്ല രൂപത്തിൽ പച്ച പിടിച്ചിരുന്ന നല്ല ശക്തമായിട്ടുള്ള ബലമുള്ള മരങ്ങൾ ഇന്ന് പല ആളുകളുടെയും കാരണത്താൽ ഇത് ഇല്ലാതായിരിക്കുന്നു എന്നുള്ള വിഷമം മറ്റുള്ളവരെ ഈ മരത്തിൻ്റെ വിഷമം അറിയിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം. കമാ വഹനത് ജുസൂരി, ഓൾ മൈ റൂട്ട്സ് ആർ ഗോൺ, എൻ്റെ വേരുകളെല്ലാം ക്ഷയിച്ചു പോയിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്നു. യൗമൻ തജമ്മഅത് ഹൗലി അത്തുയൂറു വൽ ഹയവാനാതു വൽ അത്ഫാൽ വജമീഉ മൻ യുഹിബ്ബുനി. One day birds, animals, children and all those who love me gathered around me. പക്ഷിയും മൃഗങ്ങളും മാത്രമല്ല എന്നെ സ്നേഹിക്കുന്ന
കുട്ടികളടങ്ങുന്ന എല്ലാവരും എൻ്റെ ചുറ്റും ഒരുമിച്ച് കൂടുകയുണ്ടായി. മരത്തിൻ്റെ സങ്കടങ്ങൾ പറയുകയാണ്. وَبَدَأُوا يَبْكُونَ بِعَاقِبَتِي وَمَصِيرِي. They all started crying when they saw my end. എൻ്റെ ഈ ഇല്ലായ്മ കണ്ട്, എൻ്റെ ഈ അന്ത്യം കണ്ട് അവരെല്ലാം പൊട്ടിക്കരയുകയാകുന്നു. ബക്കാ യബ്കി മീൻസ് ക്രൈ, കരയുക. ഫഖുൽതു ലഹും, then I said to them, അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഹ അനദാ ഉഫാരിഖുകും ഇലൽ അബദ്. I am going to leave you forever. ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ട് പിരിയുകയാണ്, നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുകയാണ് എന്നുള്ള വിഷമം അവരോട് മുമ്പിൽ അയവിറക്കുകയാണ്. ഇലൈക്കും മിന്നി ബഅദുൽ വസായ, ഐ ഗിവ് യു സം അഡ്വൈസ്. ഞാൻ നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ നൽകുകയാണ് എന്ന് അവരോട് മരം പറഞ്ഞു. എന്നിട്ട് മരം പറയുകയാണ്, സയ്യനുൽ അർള ബിത്തശ്ജീരി ബിൽ ഫിൽ ഖുറാ, സയ്യനുൽ അർള ബിത്തശ്ജീരി ഫിൽ ഖുറാ വഫിൽ ജവാനിബി ശാരിഇ ഫിൽ മദീന വഫിൽ മറാഫിഖി ആമ. Make this land beautiful by planting trees in the roadsides all over the villages and cities. നിങ്ങൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലെ റോഡുകളിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം മരങ്ങൾ നട്ടുകൊണ്ട് നിങ്ങൾ ഭൂമിയെ ഭംഗിയാക്കുവീൻ എന്ന് അവരോട് മരം അഡ്വൈസ് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സയ്യിന യുസയ്യിനു മീൻസ് ബ്യൂട്ടിഫുൾ, മനോഹരമാക്കുക. ഖറിയത്തുൻ ജംഅ് ഖുറ, വില്ലേജസ്. ജാനിബുൻ ജംഅ് ജവാനിബ്, സൈഡ്സ്, അരികെ. ഷാരിയുൻ ജംഅ് ഷവാരി, റോഡ്. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറയുന്ന വാക്കുകൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേർഡോ അതിൻ്റെ മീനിങ്സോ നിങ്ങൾക്ക് തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കേൾക്കുന്നതോടുകൂടെ നിങ്ങൾ ഇതിൽ നിന്ന് വേർഡ്സും അതിൻ്റെ മീനിങ്സും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ തന്നെ എഴുതണം, മറക്കരുത്. വഖൂമു ബിസിഖായതിഹാ വരിആയതിഹാ, വാട്ടർ ദം ആൻഡ് ടേക്ക് കെയർ ഓഫ് ദം. അവയെ നിങ്ങൾ നനയ്ക്കുക. വഹിയ തൻശുറു ളില്ല വൽ ഖുൽറ ഫീഹാ. അങ്ങനെയെങ്കിൽ then they will give you shade and greenery. അപ്പോൾ അവ നിങ്ങൾക്ക് തണുപ്പും പച്ചപ്പും വിരിച്ചു തരുന്നു. വയബ്ഖൽ ജവ്വു മുഅ്തദില, മാത്രമല്ല then the atmosphere will be balanced, മാത്രമല്ല അന്തരീക്ഷം നിങ്ങൾക്ക് സന്തുലിതമാവുകയും ചെയ്യും. വൽ മാഉ നഖിയൻ, the water will be clean, പാനീയം ശുദ്ധമാവുകയും വെള്ളം ശുദ്ധമാവുകയും ചെയ്യും. മാത്രമല്ല വത്തുറാബു ഖസ്വിബ, the soil will be fertile, മണ്ണ് ഫലഭൂഷ്ഠമുള്ളതാകുകയും ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് ഭൂമിയിൽ നല്ല സുഖസുന്ദരമായിട്ട് ജീവിക്കാനും കഴിയുമെന്ന് മരം അവരോട് പറയുകയാണ്. വൽ ഐഷു സഈദ, the life will become happiest one, ജീവിതം ഏറെ സന്തോഷമുള്ളതായി മാറുകയും ചെയ്യും എന്ന് മരം അവിടെ കൂടി നിന്ന പക്ഷികളോടും മൃഗങ്ങളോടും കുട്ടികളോടും മാത്രമല്ല മരത്തെ സ്നേഹിക്കുന്നതായ ഒരുപറ്റം ആളുകളോട് മരം അഡ്വൈസ് ചെയ്ത് ഉപദേശിച്ച ഒരു കാര്യമാകുന്നു. തീർച്ചയായും ഈ ഉപദേശം നമുക്കും കൂടി ഉള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എതിരായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നല്ല വായുവോ അതുപോലെ തന്നെ നല്ല ശ്വസിക്കാനുള്ള അന്തരീക്ഷമോ തുടങ്ങിയ ഒന്നും തന്നെ നമുക്ക് ലഭ്യമാവുകയില്ല എന്ന് നമുക്കിതിലൂടെ വായിച്ചെടുക്കാം. നെക്സ്റ്റ് പേജ് നമ്പർ 29, 29ാമത്തെ പേജ് നോക്കുക. നക്തശിഫു മുറാദിഫൻ ലിൽ കലിമാത്തി താലിയ മിനൻ നസ്വി. പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് സിംഗുലർ ആയിട്ടുള്ള പദങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ സിനോണിമസ് വേർഡ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഷത്ത, തൻസുറു, ഒന്ന തുടങ്ങിയ ഒരുപാട് പദങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പദങ്ങളുടെ പര്യായ പദം നിങ്ങൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, നക്തശിഫു ജുമുഉൽ മുഫ്രദാത്തി താലിയ.
നക്തശിഫു ജുമുഅൽ മുഫ്രദാത്തി താലിയ മിന നസ്വി. താഴെ കൊടുത്തിരിക്കുന്ന സിംഗുലറായ പദത്തിൻ്റെ താഴെ നൽകിയിരിക്കുന്ന സിംഗുലറായ പദത്തെ പ്ലൂരലാക്കുകയാണ് ചെയ്യേണ്ടത്, ജം ആക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സ്വദീഖത്തുൻ, വജബത്തുൻ, കത്തിഫുൻ തുടങ്ങിയ പദങ്ങളെ നിങ്ങൾ പ്ലൂരലാക്കിക്കൊണ്ട് എഴുതുകയാണ് വേണ്ടത്. ഇതെല്ലാം നമ്മൾ പഠിച്ച ഈ പാഠത്തിൽ തന്നെ ഉണ്ട്. പാഠം വ്യക്തമായി ആവർത്തിച്ച് വായിക്കുകയും അതിൽ നിന്ന് തന്നെയെല്ലാം എഴുതാവുന്ന ഉത്തരം തന്നെയാകുന്നു നിങ്ങൾക്ക് നൽകുന്നതും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പാഠഭാഗങ്ങൾ നിങ്ങൾ വായിക്കുക. ബൈനൽ ഖാനാത്തി. ലെറ്റ്സ് റീഡ് ആൻഡ് കമ്പയർ ബോക്സസ്. ബോക്സിൽ നൽകിയിട്ടുള്ള ഈ പ്രയോഗങ്ങളെ നമുക്ക് എങ്ങനെയാണ് ബന്ധിപ്പിക്കുക? ആദ്യത്തെ ബോക്സ് നമുക്ക് വായിക്കാം. യതസല്ലഖുൽ വലദു അല ഷജറതി. ചൈൽഡ് ക്ലിംസ് എ ട്രീ. കുട്ടി മരത്തിൽ കയറുന്നു. കയറിക്കൊണ്ടിരിക്കുകയാണ്, മുളാരിയായ ഫീലാണ്. സെക്കൻഡ് വൺ, യൽഅബുൽ തിഫ്ലു ഫിൽ ഫിനാഇ. ദി ചൈൽഡ് പ്ലേസ് ഇൻ ദി യാർഡ്. കുട്ടി മുറ്റത്ത് കളിക്കുന്നു. തേർഡ് വൺ, യഅ്കുലുൽ മുസാരിഉ അൽ വജ്ബത്ത് സരീഅ. ഫാമർ ഈറ്റ്സ് ഫാസ്റ്റ് ഫുഡ്. കർഷകൻ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു. ഫോർത്ത് വൺ, യഖ്തഉ റജുലു അഷ്ശജറ. മെൻ കട്ട്സ് വുഡ്. പുരുഷൻ മരം മുറിക്കുന്നു, ഒരു വ്യക്തി മരം മുറിക്കുന്നു. ഇങ്ങനെ 4 സെന്റൻസുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതെല്ലാം ഒരാള് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കുട്ടി ചെയ്യുന്നു എന്നുള്ള പ്രയോഗത്തിലാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അടുത്ത ബോക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലാ യതസല്ലഖുൽ വലദു അല ഷജറതി. ചൈൽഡ് ഡസ് നോട്ട് ക്ലിം ട്രീസ്. കുട്ടി മരത്തിൽ കയറുന്നില്ല. സെക്കൻഡ് വൺ, ലാ യൽഅബു തിഫ്ലു ഫിൽ ഫിനാഇ. ദി ചൈൽഡ് ഡസ് നോട്ട് പ്ലേ ഇൻ ദി യാർഡ്. കുട്ടി മുറ്റത്ത് കളിക്കുന്നില്ല. ഇവിടെയുള്ള ഓരോ ജുംലകൾ പ്രയോഗിച്ച രൂപം നോക്കണം. തേർഡ് വൺ, ലാ യഅ്കുലുൽ മുസാരിഉ അൽ വജബത്ത് സരീഅ. ഫാമർ ഡസ് നോട്ട് ഈറ്റ് ഫാസ്റ്റ് ഫുഡ്. കർഷകൻ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നില്ല. ലാസ്റ്റ് വൺ, ലാ യഖ്തഉ റജുലു അഷ്ശജറ. എ മാൻ ഡസ് നോട്ട് കട്ട് വുഡ്. പുരുഷൻ മരം മുറിക്കുന്നില്ല, ഒരു വ്യക്തി മരം മുറിക്കുന്നില്ല. ഇവിടെ ആദ്യത്തത് ഒരു വ്യക്തി, ഒരു കുട്ടി അല്ലെങ്കിൽ ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത്തെ ബോക്സിലുള്ളത് ഇല്ല, കഴിക്കുന്നില്ല, ചെയ്യുന്നില്ല എന്നുള്ള ഒരു രൂപത്തിലാണ് രണ്ടാമത്തെ ബോക്സിൽ ചർച്ച ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ബോക്സിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, യാ വലദു ലാ തതസല്ലഖ് അല ഷജറ. ചൈൽഡ് ഡു നോട്ട് ക്ലൈംബ് എ ട്രീ. കുട്ടി, നീ മരത്തിൽ കയറരുത്. ഒരു അമ്ര നഹിയിന്റെ ഒരു പ്രയോഗമാണ് അല്ലേ? ഒരു അരുത്, നീ അങ്ങനെ ചെയ്യരുത് എന്നുള്ള കൽപ്പനയുടെ അമ്ര ഫീലിന്റെ രൂപത്തിലാണ് ഈ ബോക്സിൽ ഓരോ സെന്റൻസിനെയും ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കൂ. സെക്കൻഡ് വൺ, യാ തിഫ്ലു ലാ തൽഅബ് ഫിൽ ഫിനാ. ചൈൽഡ് ഡു നോട്ട് പ്ലേ ഇൻ ദി യാർഡ്. മോനെ, കുട്ടി, നീ മുറ്റത്ത് കളിക്കരുത്. തേർഡ് വൺ, യാ ഫാത്തിമ ലാ തഅ്കുലിൽ വജബത്ത് സരീഅ. ഫാത്തിമ, യു ഷുഡ് നോട്ട് ഈറ്റ് ഫാസ്റ്റ് ഫുഡ്. ഫാത്തിമ, നീ ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത്. ലാസ്റ്റ് വൺ, യാ റജുലു ലാ തഖ്ത അഷ്ശജറ. പുരുഷ, ഓ വ്യക്തി, ഓ മനുഷ്യ, നീ മരം മുറിക്കരുത്. മാൻ ഡു നോട്ട് കട്ട് വുഡ്. നിങ്ങൾ മരം മുറിക്കരുത് എന്നുള്ള ശാസനയുടെ ഒരു പ്രയോഗമാണ് മൂന്നാമത്തെ ബോക്സിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 ബോക്സുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസുകൾ ഏത് രൂപത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ഇതുപോലെ ഒരു കലിമത്ത് തന്നാൽ അതിനെ അമ്രു ഫീലിലേക്കും മുലാരിയായ ഫീലിലേക്കും ഉപയോഗിക്കാൻ നിങ്ങൾ
എഴുതി പഠിക്കുകയാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 30. നംലഉൽ ഫറാഅ ബിസിയഇൻ മുനാസിബത്തിൻ മിമ്മാ ബൈനൽ ഖൗസൈൻ. താഴെ നിങ്ങൾക്ക് കുറച്ച് പദങ്ങൾ തന്നിട്ടുണ്ട്. ബ്രാക്കറ്റിലായിട്ട് നിങ്ങൾക്ക് ചില കലിമത്തും തന്നിട്ടുണ്ട്. ഈ സെന്റൻസിനെ വിട്ട ഭാഗത്ത്, ബ്ലാങ്കായി കിടക്കുന്ന ഭാഗത്ത് ബ്രാക്കറ്റിൽ നൽകിയ കലിമത്ത് കൊണ്ട് യോജിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം എന്താണ് ഈ സെന്റൻസ്, ഏത് രൂപത്തിലായിരിക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, യാ ബിന്തു ലാ ഡാഷ് ഔറാക്കൽ അഷ്ജാരി ഫിൽ ഹദീഖത്തിൽ ആമ്മ. ബ്രാക്കറ്റിൽ യഖ്തിഫു എന്ന് നൽകിയിട്ടുണ്ട്. ഡിയർ ഗേൾ, ഡു നോട്ട് പ്ലക്ക് ദി ലീവ്സ് ഓഫ് ദി ട്രീസ് ഇൻ ദി കോമൺ ഗാർഡൻ. മോളെ, പെൺകുട്ടി, പൊതുവായ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇലകൾ നീ പറിക്കരുത് എന്ന രൂപത്തിലാണ് ബ്രാക്കറ്റിൽ നൽകിയ ആ പദം കൊണ്ട്, കലിമത്ത് കൊണ്ട് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നീ പറിക്കരുത് എന്ന വസ്നിലായിരിക്കണം യഖ്തിഫു എന്നുള്ള ആ പദത്തെ നിങ്ങൾ എഴുതുമ്പോൾ ആക്കി മാറ്റേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ, യാ വലതു ലാ അഗ്സാനൽ അഷ്ജാരി. ബ്രാക്കറ്റിൽ യഖ്തഉ എന്ന് നൽകിയിട്ടുണ്ട്. ഡു നോട്ട് കട്ട് ദി ബ്രാഞ്ചസ് ഓഫ് ദി യങ് ട്രീ. കുട്ടി, വൃക്ഷങ്ങളുടെ കൊമ്പുകൾ നീ മുറിക്കരുത്. അപ്പോൾ നീ മുറിക്കരുത് എന്നുള്ള രൂപത്തിലായിരിക്കണം യഖ്തഉ എന്ന പദത്തെ നിങ്ങൾ ആ ബ്ലാങ്കായി കിടക്കുന്ന ഭാഗത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ എഴുതേണ്ടത്. തേർഡ് വൺ, യാ റജുലു ലാ ഡാഷ് അൽ ഖംറ. ബ്രാക്കറ്റിൽ യശ്റബു എന്ന് നൽകിയിട്ടുണ്ട്. മാൻ, ഡു നോട്ട് ഡ്രിങ്ക് ആൽക്കഹോൾ. മനുഷ്യ, നീ മദ്യം കുടിക്കരുത്. യശ്റബ് മീൻസ് ഡ്രിങ്ക്, കുടിക്കുക. കുടിക്കുക എന്നുള്ള യശ്റബു എന്ന മുലാരിയായ ഫേലിനെ ഇവിടെ നമ്മൾ നൽകുമ്പോൾ, നീ കുടിക്കരുത് എന്ന രൂപത്തിൽ നൽകുമ്പോൾ ആ ഏത് വസിനിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ആദ്യം നോക്കുക. ഏത് വസിനിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ യശ്റബു എന്ന നമ്മളിപ്പോൾ നൽകിയ പദങ്ങളൊക്കെ ഇവിടെ നൽകേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ലാസ്റ്റ് വൺ, യാ ദാരിസത്തു ലാ ഡാഷ് ഫിസ്സഫി. ബ്രാക്കറ്റിൽ യൽഅബു എന്ന് കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡന്റ്, ഡു നോട്ട് പ്ലേ ഇൻ ക്ലാസ്. വിദ്യാർത്ഥിനി, ദാരിസത്ത് മീൻസ് വിദ്യാർത്ഥിനി അല്ലേ. വിദ്യാർത്ഥിനി, നീ ക്ലാസ്സിൽ കളിക്കരുത്. അൻത അൻതി എന്നുള്ള രൂപത്തിലായിരിക്കണം നിങ്ങൾക്ക് നൽകപ്പെട്ട മുലാരിയായ ആ കലിമത്തിനെ നിങ്ങൾ മാറ്റേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് യജ്രി ഫി മദ്രസത്തിന അൽ മഹർജാനുൽ ഫന്നിൽ അദബി നുഇദ്ദു ലൗഹത്തൽ ഇർഷാദാത്തി കമാ ഫിൽ മിസാൽ. നമ്മുടെ വിദ്യാലയത്തിൽ, നമ്മുടെ സ്കൂളിൽ അൽ മഹർജാനുൽ ഫന്നി കലോത്സവം നടക്കുകയാണ്. സാഹിത്യ കലോത്സവം നടക്കുകയാണ്. അങ്ങനെയെങ്കിൽ നുഇദ്ദു ലൗഹത്തൽ ഇർഷാദാത്ത്, ബി പ്രിപ്പയർ, നമുക്ക് തയ്യാറാക്കാം. ലൗഹത്തൽ ഇർഷാദാത്ത്, ഒരു നിർദ്ദേശക ഫലകം, ഒരു സൂചക ബോർഡ് നമുക്ക് നൽകാം. കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ നൽകിയതുപോലെ. ലാ തദ്ഖുൽ ഉർഫത്തൽ മിക്കിയാജ് എന്ന ഒരു സെന്റൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലത്തെ ഒരു നിർദ്ദേശക സൂചക ഫലകം നമുക്ക് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതും നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാം. നഖ്റഉ തസ്രീഹാത്തി വനഖ്താറു സ്വഹീഹ മിൻഹ ഫി ലൗ. ബോക്സിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ നമുക്ക് വായിക്കാം. 4 സെന്റൻസുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ നൽകപ്പെട്ട സെന്റൻസുകൾ ഏതാണ് ശരി എന്നുള്ളത് ടിക്ക് ചെയ്യുകയാണ്, എഴുതാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നോക്കൂ. ഫസ്റ്റ് വൺ, കുല്ല സ്വബാഹിൻ യഅ്തി റുആത്ത് ബിശിയാഹിഹിം. എവറി മോർണിംഗ് ദി ഷെപ്പേഴ്സ് കം വിത്ത് their flocks.
ആട്ടിടയന്മാർ എല്ലാ പ്രഭാതത്തിലും അവരുടെ ആടുമായിട്ട് ആടിനെ മേയ്ക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. സെക്കൻഡ് വൺ, അശ്ശജറതു തുകയ്യിഫുൽ ഹവാഅ വതുബർരിദുൽ ജവ്വ. The tree regulates the air and cools the atmosphere. മരം വായുവിനെയും അതുപോലെ തന്നെ അന്തരീക്ഷത്തെയും ബാലൻസ് ചെയ്യുകയും. തേർഡ് വൺ, അൽ ഇൻസാനുൽ ജഹൂലു ലാ യുബാലി അഹമ്മിയത നിലാമിൽ ബിഅ. The foolish man does not understand. വിഡ്ഢിയായ മനുഷ്യൻ പരിസ്ഥിതിക്ക് നൽകേണ്ട സംവിധാനത്തെ. ലാസ്റ്റ് വൺ, ലം തകുൻ അയ്യാമു ഷജറത്തിൽ മാലിയ സഈദ. The past 3 days have not been happy. കഴിഞ്ഞുപോയ വൃക്ഷത്തിന്റെ ദിനങ്ങൾ, മരം ജീവിച്ചിരുന്ന കഴിഞ്ഞുപോയ കാലം സന്തുഷ്ടമായിരുന്നില്ല. ഇങ്ങനെ തുടങ്ങിയ ഈ സെന്റൻസുകളിൽ നിന്ന് ശരിയായത് ഏതാണ് എന്നുള്ളത് വേർതിരിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത്. ഓക്കെ, പേജ് നമ്പർ 31. നതുലുൽ ആയാത്തി വനുദ്രിക്കുൽ മൽമൂൻ. ബോക്സിൽ നൽകപ്പെട്ട ഖുർആനിക ആയത്തിനെ നമ്മുടെ പാഠവുമായിട്ട് ബന്ധിപ്പിക്കുകയും അതിനെ പാരായണം ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ആദ്യം ഈ ആയത്തിനെ എങ്ങനെയാണ് പാരായണം ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് ശ്രമിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ വഅൻസല ലക്കും മിനസ് സമാഇ മാഅൻ فأنبتنا به حدائق ذات بهجة ما كان لكم أن تنبتوا شجرها أإله مع الله بل هم قوم يعدلون. ഈ ഖുർആനിക ആയത്തിനെ എങ്ങനെ പാരായണം ചെയ്യുക എന്നുള്ളത് നമ്മൾ കേട്ടു. ഇനി കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. അതിന്റെ ആൻസർ നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഫസ്റ്റ് വൺ, ബിമ തംബുത്തുൽ അഷ്ജാറു. സെക്കൻഡ് വൺ, ലിമാദ ഖലഖല്ലാഹുൽ അഷ്ജാറ ഫിൽ അർളി. തേർഡ് വൺ, മൻ യുൻബിത്തുൽ അഷ്ജാറ വൽ അറാസ്. ഫോർത്ത് വൺ, മാഹിയ വളീഫത്തുൽ അഷ്ജാരി ഫിൽ അർള്. 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന രൂപത്തിൽ തന്നെയാണ് ചോദ്യം. ലാസ്റ്റ് ആക്ടിവിറ്റി, നഖ്റഉ വനഫ്ഹമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ ഖാമത്തിസ് സഅതു വഫീ യദി അഹദികും ഫസീല ഫഇൻ ഇസ്തതാഅ അൻ ലാ തഖൂമ സഅതു ഹത്താ യഅരിസഹ ഫൽയഫ്അൽ. ദി ട്രീ സ്പീക്സ് എന്ന ഈ പാഠത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ അവസാനം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്ലാസ്സിൽ ഒരുപാട് വാക്കുകളുടെ അർത്ഥം, മീനിങ്സ് നിങ്ങൾക്ക് എഴുതാനുണ്ട്. അത് നിങ്ങൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ നോട്ടുപുസ്തകത്തിലേക്ക് എഴുതി വെക്കുക. ഓക്കെ, ശുക്രൻ ജസീലൻ ലിഹുസ്നി ഇസ്തിമാഇക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.